ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർക്കോയെയും കണ്ണനെയും സാഗറിനെയൊക്കെ തകർത്ത സന്തോഷത്തിലാണ് മേഘനാഥനും ദുർഗയും കരുണയും എല്ലാവരും കൂടെ തന്നെയാണെങ്കിൽ. പക്ഷേ ശത്രുക്കളാണെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അവരാരും തന്നെ മരിച്ചിട്ടില്ല. അവരുടെയൊക്കെ വെറും ശവങ്ങളായിരുന്നു അവിടെ കടലിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു തന്നെ. അത് മേഘനാഥനെ ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടകളുടെ ശവങ്ങൾ തന്നെയായിരുന്നു ആ കൊക്കയിലോട്ട് മറിഞ്ഞു വീണിരിക്കുന്നത്. എന്നും തിരിച്ചറിയാതെയാണ് ഈ ശത്രുക്കൾ വിഡ്ഢികളെപ്പോലെ സന്തോഷിക്കുന്നത്. അപ്പോൾ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മേഘനാഥൻ വന്നതുടൻ തന്നെ വാതിലൊക്കെ തുറന്ന് മേഘേട്ടന് കൈയൊക്കെ കൊടുക്കുകയാണ്. നമ്മുടെ കരുണയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട്, മേഘേട്ട എന്തായാലും പൊളിച്ചടക്കി, നമ്മൾ കാത്തിരുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേഘനാഥൻ പറയുന്നുണ്ട്, അതിന് പിന്നെ ഞാൻ ഒരു കാര്യം വിചാരിച്ച അത് ചെയ്തിട്ടേ അടങ്ങുള്ളൂ. ഇനിയിപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ, അത് മതി എന്ന് പറഞ്ഞിട്ട് മേഘനാഥനാണെങ്കിൽ അകത്തോട്ട് കയറി വരികയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ആ സാഗർ അവിടെ ആശുപത്രിയിലാണെന്ന് ഒക്കെയാണ് അറിയാൻ സാധിച്ചത് തന്നെ. ഇനിയിപ്പോഴാണെങ്കിൽ അവൻ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വല്ലതും വന്നാൽ എന്തായാലും ഞാൻ തന്നെ അവനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ മേധാൻ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിന് ആവശ്യമൊന്നുമില്ല. അവനും ആ സാഗറും പിന്നെ എല്ലാവരും കൂടെ തന്നെയാണല്ലോ കൊക്കയിലോട്ട് മറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം, അവരെല്ലാവരും തിരിച്ചെത്താനുള്ള സമയമായല്ലോ. ഇനിയിപ്പോൾ എന്തായാലും വന്നിട്ട് നോക്കാം എന്നുള്ള ഇതിൽ ദുർഗ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മേഘനാഥനാണെങ്കിൽ നമ്മുടെ കരുണയോടും ദുർഗയോടും പറയുന്നുണ്ട്, അപ്പച്ചി നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങിക്കോ മഞ്ജുവിൻ്റെ ഇടയിലേക്ക്. അവിടെ എന്തായ അവസ്ഥ, അവളെ സാഗർ വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർ തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വാ. എന്തായാലും നിങ്ങൾ പോകുമ്പോൾ അവൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനാണെങ്കിൽ ദുർഗയും കരുണയും അങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്യുന്നത് തന്നെ. മേഘനാഥൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. ഇനിയിപ്പോൾ മഞ്ജു തനിക്ക് സ്വന്തമാണ്. ഇനിയിപ്പോൾ അവളുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് തന്നെയാണ് സ്വന്തം. ഇപ്പം മഞ്ജുവിനോട് കണ്ണനും മഹാലക്ഷ്മിക്കും ഒരുപാട് സ്നേഹമുള്ള കാര്യം എന്തായാലും മേഘനാഥൻ അറിയുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിനെ വിടാൻ മേഘനാഥൻ തീരുമാനിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വേണം മഞ്ജുവിനെ സ്വീകരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഗരുഡ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണെങ്കിൽ എന്ത് പറ്റി മഞ്ജു, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കുഞ്ഞിന് കുഴപ്പമുണ്ട്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ചായ കുടിച്ചിട്ടാണോ എൻ്റെ കുഞ്ഞിന് വല്ല കുഴപ്പവും വന്നതെന്നാണ്. കാരണം എന്തായാലും ഞാൻ നിങ്ങളുടെ ചായ കുടിച്ചിട്ടാണ് എനിക്ക് കുഴപ്പം വന്നിട്ടുള്ളത്, അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ചായ തന്നിട്ടില്ല, നിൻ്റെ ഏട്ടത്തിയാണ് നിനക്ക് ചായ തന്നത്, അവരാണ് അതിൽ വിഷം ചേർത്തിട്ടുണ്ടാവുക. എന്തായാലും നീ അവരോട് തന്നെ ചോദിക്കുക, എന്താണ് പ്രശ്നം, എന്താ പറ്റിയത് എന്നൊക്കെ നീ നിൻ്റെ ഏട്ടത്തി അമ്മയോടാണ് ചോദിക്കേണ്ടത്, ഞങ്ങളോടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരുണ പറയുന്നുണ്ട്. എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ദുർഗയോടും കരുണ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അമ്മേ. അവളുടെ കുഞ്ഞ് ഏതാനും നിമിഷത്തകം ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഇപ്പോൾ കണ്ണനും അവൾക്ക് മരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ വരും, മഞ്ജു ആണെങ്കിൽ മേഘേട്ടൻ്റെ കയ്യിലും വരും എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇവരിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ മലയ്ക്ക് പോയവരാണെങ്കിൽ നമ്മുടെ സാഗറും മാർക്കോയും പറയുന്നുണ്ട്, കണ്ണൻ സാർ എന്തായാലും ഇനി എഴുന്നേറ്റ് നടന്നിട്ട് തന്നെ അവരുടെ മുമ്പിലോട്ട് പോകണം. എന്തായാലും അവരുടെ തിരിച്ചടി അവർക്ക് താങ്ങാൻ കഴിയാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ പൊക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും അതൊന്നും വേണ്ട, എന്തായാലും തോമസ് സാറ് പറഞ്ഞല്ലോ കുറച്ച് നാൾ കഴിയട്ടെ, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം അവരുടെ കാര്യങ്ങളൊക്കെ, എന്നിട്ട് നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെ കൊടുക്കാം എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മാർക്കോയും പറയുന്നുണ്ട്, ശരി ഇനിയിപ്പോൾ എവിടേക്കാണ് ആദ്യം തന്നെ പോകേണ്ടത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് മഹാലക്ഷ്മിയുടെ അടുത്താണ് ആദ്യം തന്നെ പോകേണ്ടത്, അവളെ ഒന്ന് കണ്ടിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്, എന്നിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ അങ്ങനെ കമലേശ്വരം വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ കമലേശ്വരം വീട്ടിലെത്തുമ്പോൾ നമ്മുടെ തുർക്കിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ ഓടി വന്നതിന് ശേഷമാണെങ്കിൽ കണ്ണനെ കാണുന്നുണ്ട്. കണ്ണനെ കണ്ടോടൻ തന്നെ എന്താ ഈശ്വര, ഇതും പാളിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് ഒരു തീരുമാനം പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവിടെ കരുണയും ഉണ്ണിയും ദുർഗയും നിൽക്കാൻ പാടേയില്ല, ഇത് ഇനി എൻ്റെ വീടാണ്, ഇനി നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള ഒരു അവകാശവും ഇല്ല, നിങ്ങൾ തെറ്റുകൾക്ക് മീതെയാണ് ഇപ്പോൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലോട്ടോ വാടക വീട്ടിലോട്ടോ മാറാൻ ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു അവകാശവും ഇല്ല, അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പെട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ പുറത്താക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ. അങ്ങനെ കണ്ണൻ്റെ തിരിച്ചടി ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മി മാത്രമായിരിക്കും കമലേശ്വരം വീട്ടിലുണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ട് മേഘനാഥനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊമോയിലായിട്ട് കാണാം. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.